ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും, അതിന്റെ കൂടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ലൈക്ക് ചെയ്യുന്നവർക്ക് ഹൈപ്പും ചെയ്യാം. അപ്പൊ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ അലീന എത്തിപ്പെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. കാരണം അറിയാലോ, നമ്മുടെ മനുശങ്കറിന്റെ അമ്മ, ആ ഒരു സ്ത്രീ വല്ലാത്തൊരു സ്ത്രീ തന്നെയാണ്. ഇത് നിങ്ങൾ പറയുന്നത് കേട്ട് കാണുമായിരിക്കും. നമ്മുടെ അലീനയുടെ അമ്മയുടെ ഹസ്ബൻഡ് പറഞ്ഞല്ലോ, മര്യാദയ്ക്കൊന്ന് നിൽക്കാൻ പറ, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ വരുന്നവരൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, അതുകൊണ്ട് ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാൻ പറയേട്ടാ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മനുശങ്കറിന്റെ അച്ഛനോട്. അപ്പോഴത്തേക്കും മനുശങ്കർ പറഞ്ഞു, എന്താ അതിന് അച്ഛനെ അമ്മേനെ പേടിയാണ്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു, അത് നിന്റെ അച്ഛൻ, അച്ഛനെ അമ്മേനെ പേടി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു. എന്നാലും അതൊക്കെ കേൾക്കാൻ രസമൊക്കെ ഉണ്ട്, എങ്കിലും നമ്മുടെ അലീനയുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം ഉണ്ടല്ലേ. ഏതായാലും ഞാൻ നാളത്തെ കഥയിലേക്ക് കടക്കാണ്, ഇപ്പൊ പറഞ്ഞു ബോറാക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ അലീനയെ കൊണ്ടുപോയി അലീന നോക്കാനുള്ള ആ ഒരു അമ്മൂമ്മയുണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാരി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവത്താനാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരിക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് തന്നെ വലിയൊരു ആശ്വാസം. ഇനി വല്ല തളർന്നൊക്കെ കിടക്കുന്ന ഒരു മനുഷ്യ സ്ത്രീ ആണെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റത്തില്ലാതെ വരുമ്പോ അലീന അവിടെ ശരിക്കും അങ്ങോട്ട് ഒറ്റപ്പെട്ടേനെ. അപ്പൊ ഈ പുള്ളിക്കാരിക്ക് സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ. സംസാരിക്കാനും ഒന്ന് എണീറ്റിങ്ങനെ ചാരിയൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണുമല്ലോ. അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാരിയുടെ അടുത്തേക്ക് നമ്മുടെ മനുശങ്കറിന്റെ അമ്മ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അലീനയോട് പറയുന്നുണ്ട്, ദേ മര്യാദയ്ക്ക് നിന്നോണം ഇവിടെ, നിനക്ക് കുറച്ച് തൊലിവെളുപ്പൊക്കെ കൂടുതലുണ്ട്, അതുപോലെ തന്നെ പ്രായത്തിൻ്റെതായ പല തോന്നലുകളും ഉണ്ടാകും, അതൊക്കെ അടക്കി പിടിച്ചിട്ട് വേണം ഈ വീട്ടിൽ നിൽക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആണുങ്ങളുള്ള വീടാ, അതനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് നടന്നോണം. പിന്നെ നിന്നെ കണ്ടിട്ട് ഡ്രസ്സിങ്ങിൽ നീറ്റാന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും എപ്പോഴും ഒരു ഷോള് വിട്ടുകൊണ്ട് വേണം നടക്കാൻ, അല്ലാതെ ഇവിടെ നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. പിന്നെ ആ റൂമിലായിരിക്കും നിന്റെ കിടത്തവും എല്ലാം അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും, അത് നീ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് തന്നെ ആ റൂം വിട്ട് ഒത്തിരി അങ്ങോട്ട് പരിസരത്ത് ചുറ്റി കറങ്ങുമൊന്നും വേണ്ട. നീ വന്നിരിക്കുന്ന അമ്മേനെ നോക്കണം, അമ്മേനെ മാത്രം നോക്കിയാൽ മതി, വീട്ടുകാരിയാകാൻ ശ്രമിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ കേട്ടോ. മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം, തരുന്നതും തിന്നുകൊണ്ട് ഇവിടെ ജീവിച്ചോണം, അമ്മയുടെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോണം എന്ന് വെച്ച് കൂടുതൽ പത്രാസുകാരിയാന്നും പറഞ്ഞ് നീ ഇച്ചിരി തൊലിവെളുപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിടന്ന് അഹങ്കാരം കളിക്കാനൊന്നും നോക്കണ്ട. പിന്നെ എന്താ ഉദ്ദേശം എന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഏതായാലും അച്ഛൻ നിന്നെ വന്ന് കണ്ടു, എന്തോ നിന്റെ ഒരു ഭാഗ്യം വന്ന് കൂട്ടിക്കൊണ്ടാ മതി ഇത്രയും വലിയ വീട്ടിലേക്ക് കയറി വരാൻ കഴിഞ്ഞത് തന്നെ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, മരിക്കാൻ കിടന്നപ്പോ ഓരോന്നിന്റെയൊക്കെ ഒരു ആഗ്രഹമേ, മരിച്ചാ പോരാ മരിക്കാന്നവർക്ക്, ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യമുണ്ടോ? എവിടെയോ കിടക്കുന്ന അനാഥ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാൻ ഒരു ആഗ്രഹം, ഇതിന്റെ പിന്നിൽ ഇനി എന്നാക്കിയാന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ അലീന കേൾക്കുക ഇത് പറയുന്നത്. അലീന ഒന്നും മിണ്ടുന്നില്ല. അലീനക്ക് മനസ്സിലായി പുള്ളിക്കാരി ഡേഞ്ചർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ നേരെ റൂമിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ അലീനയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലൊന്നും അല്ല വെള്ളം കൊടുക്കുന്നത്, ഇരിക്കുന്നു, എടുത്ത് കുടിക്കുക എന്ന് പറയാം. ബാക്കിയുള്ളവർക്കൊക്കെ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും എന്തോ ടാങ്കോ എന്തോ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അലീനയോട് മനുശങ്കറിന്റെ അമ്മ പറയുന്നത്, ഇരിക്കുന്നു, വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ. ഇത് കേട്ടപ്പോ തന്നെ പകുതി കിളി നമ്മുടെ അലീനയുടെ പോയായിരുന്നു. പിന്നെ ഒരു വീട്ടിൽ വരുമ്പോ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത് മാത്രമല്ല, ഇനി ആ വീട്ടിൽ നിൽക്കേണ്ടതാണ് അലീന. അതുകൊണ്ട് തന്നെ അലീന ആ ഒരു വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. കുടിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീനയുടെ അമ്മയുടെ ഭർത്താവ് പറയുകയാണ്, ആരോട്, നമ്മുടെ മനുശങ്കറിന്റെ അമ്മയോട്. പേരൊക്കെ കറക്റ്റ് ആയിട്ട് ഞാനും പഠിച്ചു വരുന്നുള്ളൂ, അതാട്ടോ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് കിട്ടുന്ന അലീനയുടെ അമ്മയുടെ ഭർത്താവ്, അതുപോലെ തന്നെ നമ്മുടെ മനുശങ്കറിന്റെ അമ്മ, മനുശങ്കറിന്റെ അച്ഛൻ, അങ്ങനെയൊക്കെ പറയുന്ന വേറൊന്നും കൊണ്ടും അല്ല, പെട്ടെന്ന് നമുക്കങ്ങ് നിങ്ങൾക്കും ഒന്ന് ക്ലിക്ക് ആകാൻ വേണ്ടിയാണ്, പേരൊക്കെ അങ്ങ് പിടികിട്ടുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പരിചിതമായവർ ആദ്യം മുതലേ കാണുമ്പോൾ പരിചിതമായത് അലീനയും മനുശങ്കറും ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവരെ കണക്ട് ചെയ്ത് ഞാൻ ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ പറയുമ്പോഴത്തേക്ക് റൂം കൊണ്ടുപോയി കാണിക്കുക, അമ്മേനെ കാണിക്കാന്ന് പറയുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരി കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഏതായാലും കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇതാ നിനക്ക് നോക്കാനുള്ള ആളെന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറ്റി വിടാണ്. അപ്പം പുള്ളിക്കാരി നോക്കിയപ്പോ തന്നെ ഒരു ചെറിയൊരു പെങ്കൊച്ച്,
ആ പുള്ളിക്കാരി നോക്കിയപ്പോൾ തന്നെ ചെറിയൊരു പെങ്കൊച്ച്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരിക്കും അങ്ങ് ഷോക്കായി പോയിട്ടുണ്ട്. പുള്ളിക്കാരി ആ കയറി വാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. എണീറ്റ് കട്ടിലൊക്കെ ഇരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യവും നമ്മുടെ അലീന തന്നെ ചെയ്യണം. അപ്പം അലീനയുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ +2 വരെ പഠിച്ചതാണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ എന്തോ ഒരു ചെറിയൊരു കോഴ്സ് പഠിച്ചു. അതിന്റെ പേര് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയിട്ടോ. ഇന്ന് നമ്മുടെ മനുശങ്കറിനോടും അതുപോലെ തന്നെ അലീനയുടെ അമ്മയുടെ ഹസ്ബൻഡിനോടൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ല. അപ്പം പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പഠിച്ചതൊക്കെ അതവിടെയൊക്കെ ഇരിക്കട്ടെ, പഠിച്ചതൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഏതായാലും നീ ഈ റൂമിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മോളിങ് വാന്നും പറഞ്ഞ് പുള്ളിക്കാരി വിളിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരിനെ കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് ഒരു ചെറിയൊരു സമാധാനവും എന്തോ ഒരു ആശ്വാസവും തോന്നുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ അമ്മയുടെ അമ്മയല്ലേ, അതായത് അമ്മയ്ക്ക് തുല്യമാണ് തൻ്റെ അമ്മയുടെ അമ്മ എന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് തുല്യം തന്നെയാണ്. മോളുടെ വീട് എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വീടൊന്നുമില്ല, ഞാൻ സ്നേഹനികേതൻ എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ മമ്മി മരിച്ചുപോയി. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ആക്കി. അപ്പോഴത്തേക്കാണ് ഇവിടുത്തെ മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞത് എന്നെ ഇങ്ങോട്ടേക്ക് എടുത്തേക്കാന്ന്. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അപ്പം അങ്ങേര് അവിടം വരെ വന്നോ ഈ വയസ്സാം കാലത്തുനിന്ന് പുള്ളിക്കാരി ഇങ്ങനെ ചോദിച്ചപ്പം വന്നായിരുന്നു. ഞങ്ങളുടെ സ്നേഹനികേതന് വേണ്ടി കുറച്ച് സഹായങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പൈസയൊക്കെ ആയിട്ട് സഹായിക്കുമായിരുന്നു. ഓഹോ, അതുമല്ല അതിശയമായി പോയല്ലോ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനായിരുന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നോ? എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? അതെ, ഞാൻ പറയുന്നതൊക്കെ സത്യ. ഞങ്ങളുടെ മമ്മി ബ്രിജിത്താമ്മ മരിച്ചുപോയി. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരില്ലായിരുന്നു. ഇവിടെ വന്നത് നിനക്ക് പെട്ടുപോയതുപോലെ തോന്നുന്നുണ്ടല്ലേ? ഇപ്പം വന്നിട്ട് പോയ ആ സാധനം ഉണ്ടല്ലോ, അതൊരൊന്നൊന്നര സാധനമാണ്. എൻ്റെ പൊന്നു മോളെ, ഇവിടെ എന്നെ നോക്കാൻ വേണ്ടി എത്ര ഹോം നേഴ്സുകളെ മാറി മാറി നിർത്തിയെന്നോ. ഇവളുടെ പൂർത്തിയില്ലായ്മ കാരണമാ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവരാരും ഇവിടെ നിൽക്കാത്തത്. എനിക്ക് ഇവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്കും എൻ്റെ മോളുടെ കൂടെ പോകുന്ന ഇഷ്ടം. ഇവരുടനെ ഗൾഫിലെങ്ങാണ്ടൊക്കെ ഇവന്റെ കൂടെ പോകുന്നുണ്ടെന്നാ പറയുന്നത് കേട്ടത്. അങ്ങനെയാണെങ്കിലേ ഞാന് മോളുടെ വീട്ടിൽ പോകും. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെയാണ് ഈ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ട്. ഇവളുടെ ഈ പറച്ചില് കേട്ടുണ്ടല്ലോ, മനുഷ്യന് വേർത്തു, ജീവിതം മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആര് നിങ്ങളുടെ അമ്മയാണോ എന്ന് ചോദിച്ചു. അല്ല, സോറി, നിങ്ങളുടെ അമ്മയാണോന്നല്ല, അമ്മയുടെ മോളുടെ വീട്ടിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. അതെ. അപ്പൊ അമ്മയുടെ മോള് ഇങ്ങോട്ടേക്ക് വരാറൊക്കെ ഉണ്ടോ? എൻ്റെ മോൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതായത് നമ്മുടെ ആ പുള്ളിക്കാരിയുടെ മോളെന്ന് പറയുന്നത് അലീനയുടെ അമ്മയാണല്ലോ. അപ്പം എന്തായാലും മനസ്സിലൊരു ആഗ്രഹം കാണൂലേ, തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് എങ്കിൽ പോലും തൻ്റെ അമ്മേനെ ഒന്ന് നേരിട്ട് കാണണം, ഒന്ന് തൊടണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആർക്കാ തോന്നാതെ. അപ്പം അതാണ് പെട്ടെന്ന് അലീനയുടെ മനസ്സിലേക്ക് കയറി വന്നത്. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകാണ് കേട്ടോ. ഏതായാലും അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇതുവരെ നമ്മുടെ അലീന കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ അലീന ഉള്ളത്. ഏതായാലും അമ്മയുടെ വശത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്ന ക്രൂരപീഡനങ്ങൾ ഇതിലും വലുതൊക്കെ തന്നെയാണ്. ക്രൂരപീഡനങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും പുള്ളിക്കാരിക്ക് ഒരു മുരട് പിടിച്ചൊരു സ്വഭാവം തന്നെ. ഇത്രയും വലിയ പ്രശ്നമല്ല കേട്ടോ, നമ്മുടെ മനുശങ്കറിന്റെ അമ്മയുടെ അത്രയും ക്രൂരത്തിയൊന്നുമല്ല, എങ്കിലും ഒരു മുരട് പിടിച്ചൊരു സ്വഭാവം തന്നെയാണ്. ഒരു വേലക്കാരിയെ പോലെ തന്നെയാണ് നമ്മുടെ അലീനയെ കാണുന്നത്. മാത്രമല്ല, നമ്മുടെ അലീനയെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ അലീനയുടെ അമ്മയുടെ ഹസ്ബൻഡിന്. അപ്പൊ പുള്ളിക്കാരൻ ഇച്ചിരി നേരും നെറിയും വെളിവും വെള്ളിയാഴ്ച ഉള്ളൊരു പുള്ളിക്കാരനാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതായത് അലീനയുടെ അമ്മയുടെ ഹസ്ബൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഇങ്ങനെ കൂടുതൽ സ്നേഹമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വേണ്ട, വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തിയാൽ മതി, ഹോം നേഴ്സിന്റെ സ്ഥാനത്ത് നിർത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ അലീനയ്ക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. നമ്മൾ ഫുൾ വിശേഷം ഇടാത്തത് വേറെ ഒന്നും കൊണ്ടും അല്ല. ഇപ്പൊ നമ്മുടെ ഫുൾ വിശേഷം രാവിലെ വരാറില്ല, ഡിലേ ആണ്. വൈകിട്ട് ഒരു 6 മണി അല്ലെങ്കിൽ 7 മണി 7:30 ഈ സമയത്താണ് നമുക്ക് ഫുൾ വിശേഷം കിട്ടുന്നത്. അപ്പം വെറുതെ ഞാൻ വീണ്ടും ഈ ഒരു പ്രേമവിശേഷം രാവിലെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറാകും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാത്തത്, ഡിലേ ആയിട്ടാണ്. നമുക്ക് കറക്റ്റ് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് ആൻഡ് ഹൈപ്പേ അടിച്ചിട്ടേ പോകാവുള്ളേ.